മഞ്ചേരി മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവെന്ന ആരോപണം. കാലുവേദന മാറാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഞരമ്പ് മുറിഞ്ഞ 72കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതിക്കാണ് ദുരവസ്ഥ. കുടുംബം DMOയ്ക്ക് പരാതി നൽകി. തുടർ ചികിത്സയ്ക്കായി ഇതിനകം 3 ശസ്ത്രക്രിയകൾ പാർവതിക്ക് നടത്തിയെന്നും ഇപ്പോഴും നഷ്ടമായ ചലനശേഷി തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണെന്നും ബന്ധുക്കൾ പറയുന്നു. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ ഓക്കെ ചെയ്ത് അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാർഡിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാർഡിക്ക് തന്നെ മാറ്റി അവിടെ കടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. കളർ മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം ഐസ് കട്ടമാരിയായി കാല്. പുറത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടു തന്നാൽ ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അപ്പോഴത്തേനും ഡോക്ടർ പോയി കണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ അവിടെ പോയി നോക്കിയപ്പോഴാണ് ഞരമ്പ് വലത് കാലിൻ്റെ ഞരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയണത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്. ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നിട്ട് കാര്യമുണ്ടോ. നടന്നു പോയതാണ് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ പല ആക്ഷേപങ്ങളും ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇതൊരു 72കാരിക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കുടുംബത്തിൻ്റെ ആരോപണം? അവരുടെ ആവശ്യം എന്താണ്? ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമോ? ടോം, 72കാരിക്കാണ് ഈ ഒരു ദാരുണമായ അവസ്ഥ സംഭവിച്ചിരിക്കുന്നത്. ടോം നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം ആരോപിക്കുന്നത് ചികിത്സയിലുണ്ടായ പിഴവാണ് എന്നുള്ളതാണ്. ഇവർ നടന്ന് ചികിത്സയ്ക്ക് പോയി ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം കിടപ്പിലായ സാഹചര്യം, നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി എന്നാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. മുട്ടുവേദന, കാലുവേദനയെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പോയത്. പരിശോധനയിൽ ചെറിയൊരു ശസ്ത്രക്രിയ നടത്തിയാൽ മാറുന്നതേയുള്ളൂ എന്ന് ഡോക്ടർമാർ ഉറപ്പ് നൽകി. അതിനെ തുടർന്ന് ഈ മാസം 12-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് അവർ വിധേയയായി. ശസ്ത്രക്രിയക്കിടെ സംഭവിച്ചൊരു പിഴവാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. അന്ന് വൈകുന്നേരം തന്നെ കാലിൻ്റെ നിറം മാറി, അതേപോലെ കാലിന് തരിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി, തൊട്ടാൽ അറിയാത്ത ഒരവസ്ഥയായി. തുടർന്ന് അവർ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിലെ അധികൃതർ അറിയിച്ചു. കാരണം രാത്രി മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ശസ്ത്രക്രിയക്കിടെ കാലിൻ്റെ ഞരമ്പ് കട്ടായിരുന്നുവെന്നും മുറിഞ്ഞു പോയിരുന്നെന്നും അത് സ്റ്റാപ്ലർ ചെയ്ത്, അതായത് തുന്നി ചേർത്ത് വെക്കുന്ന പോലെ വെച്ചിരിക്കുകയാണെന്നും കണ്ടെത്തിയത്. ഈ ഒരു പിഴവാണ് അവരുടെ കാലിലെ സ്പർശനശേഷിയില്ലാത്ത അവസ്ഥയ്ക്കും രക്തയോട്ടം തന്നെ നിലയ്ക്കാനുള്ളൊരു സാഹചര്യം തീർത്തത്. തുടർന്ന് 3 ശസ്ത്രക്രിയ അവർക്ക് ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഈ ബ്ലഡ് കാലിലെ പല ഭാഗത്ത് ക്ലോട്ടായത് നീക്കുവാനും ഈ വെയിൻ തുന്നിച്ചേർക്കാനും മറ്റുമൊക്കെ ആയിട്ട് 3 ശസ്ത്രക്രിയ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. 2 ലക്ഷം രൂപയോളം ചിലവായി കഴിഞ്ഞു. ഇതൊക്കെ ഇൻഷുറൻസും അവർ എടുക്കുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം കാരണം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മലപ്പുറം DMOയ്ക്ക് അവർ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇക്കാര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് DMO ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ചികിത്സിച്ച ഡോക്ടർ ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹത്തോട് വിവരങ്ങൾ ശേഖരിച്ച ശേഷം നടപടികളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ വിവരങ്ങൾ പ്രതികരിക്കാമെന്നൊരു നിലപാടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അവരുടേതല്ലാത്ത ഒരു കാരണത്താൽ ചെറിയ ഒരു വേദന മാറ്റുവാൻ വേണ്ടി പോയി കാലിൻ്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടെ ചികിത്സയിലെ പിഴവ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതിന് പുറമെ അവരുടെ സാമ്പത്തികമായിട്ട് വലിയ ചെലവ്, 2 ലക്ഷം രൂപയോളം ഇതിനോട് ചെലവായി കഴിഞ്ഞ് ഇനി എത്ര വേണ്ടി വരുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ. ഒരുപക്ഷെ കാലിൻ്റെ ചലനശേഷി ഇനിയും പൂർണ്ണമായും തിരിച്ചു കിട്ടുമോ എന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. അതിനൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ആ കുടുംബം. അനുമോദ്, നമുക്കറിയാം കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നിരവധി ചികിത്സാ പിഴവുകൾ, അതേ തുടർന്ന് ദുരിതമനുഭവിച്ച ഹർഷീനയുടെ കഥകളടക്കം നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ
ഭരണപക്ഷത്തുള്ള UDF സമരരംഗത്തുണ്ടായിരുന്നു. ഇതുപോലെ വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരൊരു ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ഈ ഡോക്ടർമാരെ, കാരണം കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം ഇതുപോലെ ചികിത്സാ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ, ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു. പക്ഷെ ഇവിടെ ഈ കുടുംബത്തിനൊരു പ്രതീക്ഷയുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിലൊരു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? കുടുംബം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് നടപടി എന്നതിനപ്പുറം അവർക്ക് ഒരു ആശ്വാസം നൽകണം. അവരുടെ ഈ ചികിത്സയിൽ സംഭവിച്ച പിഴവ് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെങ്കിൽ ഭേദമാക്കണമെന്ന് തന്നെയാണ്. അതിനപ്പുറം അവർ ഇത്രയും ദിവസം പരാതിപ്പെടാൻ ഒരു വിമുഖത കാണിച്ചത് തന്നെ ചികിത്സയെ എങ്ങനെയെങ്കിലും അത് ബാധിക്കുമോ എന്ന ഒരു കണക്കുകൂട്ടലാണ്. അതായത് നിലവിൽ അവർ ചികിത്സയിലാണ്. അപ്പോൾ സർക്കാരിൻ്റെ തന്നെ ചികിത്സയിലിരിക്കെ ചികിത്സയിലെ പിഴവിനെ കുറിച്ച് പരാതിപ്പെട്ടു പോയാൽ ഒരുപക്ഷെ അത് മറ്റ് പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ പരാതി കൊടുക്കാൻ തന്നെ വൈകിയതെന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണമാണ്. ആ ഡോക്ടറുടെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ ആ ഡോക്ടർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ തയ്യാറാകണം. ഒപ്പം തന്നെ ഇവരുടെ ചികിത്സാ ചെലവ് സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് അവർക്കിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് കണ്ടറിഞ്ഞ് സർക്കാർ ഒരു നടപടി സ്വീകരിക്കണമെന്നത് ഒരു മാനുഷികമായ കാര്യം തന്നെയാണ്. കാരണം 2 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഇൻഷുറൻസിൻ്റെ പരിരക്ഷ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തിന് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്നൊരു ആവശ്യവും അവർക്ക് ഉണ്ട്. ഇതിനൊക്കെ മാറിയ സർക്കാർ ഏത് തരത്തിൽ നയം സ്വീകരിക്കുകയോ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി ഇവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കേട്ടോ. വ്യക്തമാണ്. എന്തായാലും ഇവിടെ നിയമ നടപടി വേണം. അതോടൊപ്പം അങ്ങനെയൊരു ദുരനുഭവം നേരിട്ട 72കാരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചിലവ് സർക്കാർ ഏറ്റെടുക്കണം. ഈ ആവശ്യം കുടുംബം ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.